സ്ക്വിന്റ് അഥവാ കോങ്കണ്ണ് എങ്ങനെ വരുന്നത് നോക്കാം. ബാ, കോങ്കണ്ണ് അധികവും നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജഗതി ചേട്ടനെ പണ്ടൊരു മലയാള സിനിമയിൽ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടില്ലേ, കഴുത്തൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. അതുപോലെ നമ്മുടെ കഴുത്ത് ഫിക്സ് ചെയ്തിരുന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ഐബോളിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. എൻ്റെ കണ്ണിന് എനിക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും മുകളിലേക്കും അതുപോലെ താഴേക്കും ഇനി വേണമെങ്കിൽ റൊട്ടേഷനിലും മൂവ് ചെയ്യിക്കാൻ പറ്റും. നമ്മുടെ കണ്ണിന് ഇങ്ങനെ ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഞാൻ എൻ്റെ നെക്ക് റൈറ്റ് സൈഡിലേക്ക് തിരിക്കേണ്ടി വരും. നിങ്ങൾ അസ്ഥികൂടം കണ്ടിട്ടില്ലേ? അസ്ഥികൂടത്തിൻ്റെ തലയോട്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിരിക്കുന്ന ഭാഗത്ത് ഇതുപോലൊരു കുഴി കാണാൻ പറ്റും. ഈ കുഴിയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഈ ഓർബിറ്റിൻ്റെ ഉള്ളിലാണ് ഐബോള് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഓർബിറ്റും ഓർബിറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐബോളും ആണെന്ന് വിചാരിക്കുക. ഈ ഓർബിറ്റിൻ്റെ ഉള്ളിൽ ഐബോൾ ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഐബോളിന് ചുറ്റും 4 മസിലുകളുണ്ട്. ഈ മസിലുകൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് കണ്ണ് താഴേക്കും മുകളിലേക്കും സൈഡിലേക്കും എല്ലാം മൂവ് ചെയ്യുന്നത്. കണ്ണിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ടും 2 മസിലുകളും മുകളിലും താഴെയുണ്ട്. ഒരു കണ്ണിൽ 6 മസിലുകളുണ്ട്. ഈ മസിലുകളെ എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് എന്ന് പറയും. കണ്ണിനുള്ളിലുള്ള എല്ലാ മസിലുകളും ഈക്വലി ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കണ്ണ് കറക്റ്റ് സ്ട്രെയിറ്റ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഇനി ഏതെങ്കിലും ഒരു മസിൽ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെച്ച് ചെയ്യുന്ന മസിലിൻ്റെ ഡയറക്ഷനിലേക്ക് ഐബോൾ മൂവ് ചെയ്യും. എക്സാമ്പിൾ, ഈ ഒരു സൈഡിലെ മസിൽ കൂടുതലായിട്ട് സ്ട്രെച്ച് ആവാമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഐബോളും ആ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ആവും. കണ്ണിൻ്റെ മിസ്അലൈൻമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വിന്റ് അല്ലെങ്കിൽ കോങ്കണ്ണ്. ഈ മസിലുകൾ ഇരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും കോങ്കണ്ണ് ഉണ്ടാവുക. അതായത് മുകളിലേക്കും അല്ലെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലേക്ക് അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലേക്ക്. ഇത് ഒരു കണ്ണ് മാത്രമായിട്ടും അല്ലെങ്കിൽ 2 കണ്ണ് മാത്രമായിട്ടും വരാം. ഒരു JCB ഓപ്പറേറ്റർ JCBയുടെ മണ്ണ് മാന്തുന്ന ബക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് പോലെ നമ്മുടെ കണ്ണിനുള്ളിലുള്ള മസിൽസിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ കണ്ണിനുള്ളിലുള്ള ഈ മസിലുകളെല്ലാം നെർവ് വഴി, അതായത് ഞരമ്പുകൾ വഴി ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. സ്ക്വിന്റ് വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ഈ 2 മിനിറ്റ് വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 2 വരാനുള്ള റീസൺസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ.